അപ്പോൾ ഇന്ന് നമ്മൾ അരുൺ ചന്തുവിൻ്റെ ഏറ്റവും പുതിയ ചിത്രം, അതായത് നമ്മൾ ഗഗനാചാര്യയുടെ ഡയറക്ടറുടെ ഏറ്റവും പുതിയ ചിത്രമായ വല എന്ന് പറഞ്ഞൊരു പുതിയ സിനിമയുടെ അനൗൺസ്മെൻറ്റ് പോലൊരു ചെറിയ വീഡിയോ, അത് ആക്ച്വലി യൂട്യൂബിൽ റിലീസായിട്ടില്ല, ഇത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്നത്. സോ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. പുള്ളിയുടെ ആക്ച്വലി ഗഗനചാരി കുറച്ചല്ല നല്ല ഇൻട്രസ്റ്റിംഗ് പടമായിരുന്നു. സോ എന്താ പരിപാടിയെന്ന് അറിഞ്ഞു നോക്കാം നമുക്ക്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കത് പടത്തിൻ്റെ ടീസറാണോ എന്തോ ഒരു പരിപാടി, അതെ ഒരു ഫസ്റ്റ് ലുക്കാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കതൊന്ന് കണ്ടു നോക്കാം. Goku Suresh, Aju Varghese feat Arun Chandu season 3. അല്ല പുള്ളി തന്നെ പറയാം. അത് ഈ കഥയുടെ ആംബിയൻസ് മൂഡ് പുള്ളിയെ ചേർന്നാണ്. ടൈറ്റിൽ സാധനം പറ്റാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞോളൂ ഒരു ഫീൽ ഗുഡ് ഷോപ്പ് എടുക്കാൻ ലെഫ്റ്റിലൂടെ കുറച്ചുകൂടെ മുന്നോട്ട് നോക്കൂ. ഫീൽ ഗുഡ് സോപ്പ് ഞാൻ കേട്ടു ക്രിസ്മസ് ആയിട്ട് പിള്ളേർ കരോളായിട്ട് ഇറങ്ങിയാണ്. ഡെയിലി അങ്ങോട്ട് ഓണായിട്ട് മോളിൽ അയ്യോ. മ്യൂസിക് വൈസ് മറ്റേ മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ ഓർമ്മ വന്നു. സംഭവം സോംബി കോമഡിയാണ്. അരുൺ ചന്തുവിൻ്റെ വൈബ് പരിപാടി. അതായത് പുള്ളി കുറച്ച് ഇത് മറ്റേ ഫൗണ്ട് ഫുട്ടേജ് ആ ലൈനിൽ തന്നെ ഒരു ഫൗണ്ട് ഫുട്ടേജ്, ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എല്ലാം ഉണ്ട്. ആക്ച്വലി അത് ഈ ഗഗനചാരിലുണ്ടല്ലോ, ഇതെല്ലാത്തിൻ്റെ ഒരു മിക്സ്ചറാണ്. ആ പരിപാടി തന്നെ പുള്ളി അർജുനന്റെ മെയിൻ അട്രാക്ഷൻ മറ്റേ ഈ ഡയലോഗ് ഡെലിവറി അത് ഭയങ്കര രസമായിട്ടാണ്. അത് എസ്പെഷ്യലി ഇപ്പം ഈ ഗോകു സുരേഷ് തന്നെ ഗഗനചാരിയിൽ ഭയങ്കര രസമായിട്ടാണ്. കാരണം പുള്ളിയുടെ അത്രയും നല്ല ഒരു ഹ്യൂമർ സൈഡ് കാണാൻ പറ്റിയ പടമാണ്. അവിടെയാണ് നമുക്ക് കൂടുതൽ ഫണ്ട് വരുന്നത്. ആ ഒരു ഡയലോഗ് വർക്കാണ്. അതെ, ഇതിനകത്ത് നന്നായിട്ട് വർക്കാണ്. ഈ ടീച്ചറിനകത്ത് വർക്ക് ചെയ്തു. ഇവർ ശരിക്കും ഒരു കൂട്ടുകാരിലവിടെ ഇരുന്നിട്ട് ഇവരിങ്ങനെ നമ്മളെ പറഞ്ഞ് സംസാരിക്കുന്ന പോലത്തെ പരിപാടിയാണ് ഇവർ. അങ്ങനെയാണ് ഇവരുടെ പടത്തിൻ്റെ പരിപാടി തന്നെ മൊത്തത്തിൽ. അത് നല്ലൊരു രസമുണ്ട്. സോംബി കോമഡി ആക്ച്വലി ഇപ്പം മഞ്ചേശ്വരം മാഫിയ എന്ന് പറഞ്ഞൊരു പുതിയൊരു സോംബി പടത്തിൻ്റെ പോസ്റ്റർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവർ. സോംബികളുടെ ഒരു ടൈമാണ് തോന്നുന്നു. പിന്നെ വരുന്നുണ്ടല്ലോ മറ്റേ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഒരു പടത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ അതും ഈ സോംബി കോമഡി ആണെന്നുള്ളൊരു കിംവദന്തി ഉണ്ട്. അറിയില്ല, അത് ഇറങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. ഒരു വർഷം മുമ്പ് ആരായിരുന്നു ഫാസിന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞു ഇപ്പോൾ മലയാള സിനിമയിൽ എന്ത് വേണം ട്രൈ ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. സോംബിയോ ഫാന്റസിയോ ഇപ്പം എല്ലാം വരുന്നുണ്ട്. ഫാന്റസി ഇപ്പം ബറോസ് ഇന്ന് ഇറങ്ങി, ഫാന്റസി ഉണ്ട്, ഇപ്പം സോംബി. ആക്ച്വലി ബറോസ് ഞങ്ങൾ കണ്ടില്ല ഇതുവരെ, കാരണം ബറോസ് കാണാൻ ഇവിടെ ഭയങ്കര ടിക്കറ്റ് ഇല്ല, ഭയങ്കര തിരക്ക്. സോ പിന്നെ ഉള്ള 2 തിയേറ്ററിൽ, പിന്നെ ടിക്കറ്റ് കിട്ടുന്ന 2 തിയേറ്ററിൽ ഈ 3D എക്സ്പീരിയൻസ് അത്ര നന്നാവത്തില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത ദിവസത്തേക്ക് വല്ലതും പറ്റുവാണെങ്കിൽ ബറോസ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. സോ ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. വല അല്ലേ പേരും കാര്യം. അതെ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനത്തെ എലമെന്റ്സ് ഉണ്ടെന്ന്. പിന്നെ കളറിന്റെ കാര്യം കളർ ഉണ്ടാവും. ഇവർ കുറച്ച് വേറൊരു കൈൻഡ് ഓഫ് സ്റ്റൈൽ ഓഫ് ഫിലിംസ് ചെയ്യുന്ന ആളായി മാറി അരുൺ ചന്തു. അതായത് ആ ഗഗനചാരി കണ്ടാൽ മനസ്സിലാവും നമുക്ക് കംപ്ലീറ്റ്ലി പുള്ളിയുടെ ഒരു പാറ്റേൺ. ഇനി എനിക്ക് തോന്നുന്നു ആ പാറ്റേൺ വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ അതല്ലേ ഒരാൾ വേണം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫിലിം ചെയ്യാൻ വേണ്ടി. ഒരു കൂട്ടം ആൾക്കാർ വേണമല്ലോ. ഇപ്പം നമ്മുടെ കൃഷാന്തൊക്കെ അതിൻ്റെ ഒരു കൃഷാന്ത് സ്റ്റൈലുണ്ട്, നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ പുള്ളിക്ക് ഒരു സ്റ്റൈലുണ്ട്. പിന്നെ അത് ARM എടുത്ത പുള്ളിക്ക് ഫാന്റസി ആ ലൈനുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സ്റ്റൈൽ, പല സ്റ്റൈൽസുള്ള ഒരുപാട് പേര് വരുമ്പോഴും നമുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ഇല്ലാതെ പടങ്ങൾ. അത് തന്നെ ഇപ്പൊ ഒരേ പാറ്റേൺ പടങ്ങൾ ഇങ്ങനെ തിരിച്ചും മറിച്ചോട്ട് ഓടിക്കാതെ നമുക്കിവിടെ വെറൈറ്റീസ് ഓഫ് ഫിലിംസ് ഒരുപാട് വരും. വേറെ ഇൻഡസ്ട്രീസ് എടുക്കുവാണെങ്കിൽ ഈ മറ്റേ ഗ്യാങ്സ്റ്റർ ഡ്രാമാസിന്റെ ഭയങ്കര ഒരു എല്ലാ ഹീറോസും അവിടെ അത് തന്നെ ചെയ്യുന്നത്. ഭയങ്കര വ്യത്യസ്തമാണ് ഇവിടുത്തെ പടങ്ങൾ. ബട്ട് ഈ ഗ്യാങ്സ്റ്റർ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ എടുക്കുന്ന പടങ്ങൾ തന്നെ കുറച്ച് മാസ് ഗ്യാങ്സ്റ്റർ പടങ്ങളാണ്. അപ്പോൾ അതാണ് ഒരു ചേരാത്ത പരിപാടി. ഈ മാസ് ഗ്യാങ്സ്റ്റേഴ്സ് കൂടെ അങ്ങോട്ട് സെറ്റ് ആകത്തില്ല. അതിനെ നമ്മളത് കുറച്ചുകൂടെ ഒരു റൂട്ടഡ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്താൽ എപ്പോഴും അതിന് കുറച്ചുകൂടെ
അല്ല അത് ഈ മാസ് വരുന്നതെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന ആൾ വരുമ്പോൾ അവരൊക്കെ ആൾ വരുമ്പോഴാണ് കഥയിൽ ചിലപ്പോൾ അത്രയും കാണത്തില്ലെങ്കിലും ആൾ വന്ന് സ്റ്റാർ വന്ന് വളരെ ക്രൂരനായ ഒരു ഗ്യാങ്സ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഞാനല്ല ചെയ്യുന്നത്. അപ്പോൾ ക്രൂരത അത്ര വേണ്ട, നമ്മൾ കുറച്ചുകൂടെ ഈ ഗ്യാങ്സ്റ്റർ പടങ്ങൾ കുറച്ചുകൂടെ ആസ്വദിക്കാൻ പറ്റുന്ന ഇപ്പോൾ എസ്പെഷ്യലി നോക്കിയാൽ മാർട്ടിൻ സ്കോർസീസിയുടെ പടങ്ങൾ ഇല്ലെങ്കിൽ പുള്ളിക്ക് പോലും ആ ഒരു ചീത്തപ്പേരുണ്ട്. ഉണ്ട്. അതായത് ഗ്യാങ്സ്റ്ററിനെ ഗ്ലോറിഫൈ ചെയ്തു പടം. പുള്ളി ഒരു ഇന്റർവ്യൂവിൽ ഇത് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ ഇപ്പം ഒരു ഗ്യാങ്സ്റ്റർ അവിടെ നിൽക്കുകയാണ്, പുള്ളി ഒരു സംഭവം ചെയ്തു എന്നിട്ട് മാസ് ബീജി വിടുമ്പോൾ അതിന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പുള്ളിയുടെ തലയ്ക്കകത്തുനിന്നുള്ള ബീജിയാണ്. പുള്ളി അത് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി അതിനെ ജസ്റ്റിഫൈ ചെയ്ത് ഉള്ള ബീജിയാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നതല്ല എന്നുള്ള ലൈനാണ്. അപ്പോൾ അതൊരു അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നതെങ്കിൽ കുഴപ്പമില്ല. അയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ഇത്രയും വെറൈറ്റീസ് ഓഫ് ഫിലിംസ് അല്ലെങ്കിൽ ജോണേഴ്സ് ഓഫ് ഫിലിംസ് ഇവിടെ വരുന്നത് ഒരു വളരെ നല്ല അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ നല്ല കാര്യമാണ് ഇനി വരുന്ന ആൾക്കാർക്ക്. അതെ അതെ. ഇപ്പം നമുക്കും ഈ പറഞ്ഞ പോലെ പുതിയൊരു ഐഡിയ പിച്ച് ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ ഇങ്ങനെ ചെന്ന് പറയാം എൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഈ ടൈപ്പ് പടങ്ങൾക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അത് വിജയിക്കണം അവർ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഗഗനായി തന്നെ തിയേറ്ററിൽ ആൾക്കാർ എൻജോയ് ചെയ്തു. മറ്റേ ചുമ്മാ ഒരു കുറച്ചൊരു കൾട്ട് സ്റ്റാറ്റസിനപ്പുറം അത് കുറച്ചധികം ആൾക്കാർ കണ്ടു. അത് തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാർക്ക് ഈ ഇങ്ങനൊരു കംപ്ലീറ്റ്ലി മോക്യുമെൻ്ററി ലൈനിലൊരു പടം കാണാൻ ചെല്ലുമ്പോൾ പോലും അവർക്ക് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അതായത് നമ്മൾ കാണാൻ സാധനമാണെങ്കിലും ഒരു കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ പടത്തിൽ ഇന്ന പിന്നെ നമുക്ക് ആ സിനിമയായിട്ട് ഭയങ്കര രസമായിട്ട് ട്രാവൽ ചെയ്ത് പോകാം. വർക്കാവാത്തവർ പോലും വെറൈറ്റി ആണെന്ന് പറഞ്ഞു. അതെ അതെ. അതായത് അവർക്ക് ഈ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ കുറച്ച് ഹ്യൂമർ ഉള്ളതുകൊണ്ട് ഹ്യൂമറിൻ്റെ അഡ്വാൻറ്റേജ് അതാന്ന് തോന്നുന്നത് അല്ലേ. അതായത് സിനിമ എന്ത് ടൈപ്പ് ഓഫ് പടം എടുത്താൽ അതായത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര എക്സ്പെരിമെൻ്റൽ സാധനം ചെയ്യുമ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരിതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മളത് നെഗറ്റീവ്. പക്ഷേ അവരും ഭയങ്കര കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് എക്സ്പെരിമെൻറ്റ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഈ ഹ്യൂമറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. അതായത് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ജോണറിൻ്റെ കൂടെയും ഈ ഹ്യൂമർ ഒരല്പം മിക്സ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ആൾക്കാർക്ക് അത് കുറച്ച് ആ ഹ്യൂമർ വർക്കായാൽ ആ സിനിമയെ അത് ഹെൽപ്പ് ചെയ്യും ഒരുപാട്. സോ അത് ഇപ്പോൾ ഇവിടെ തന്നെ സോംബി കോമഡി ആക്ച്വലി ഹോളിവുഡിലൊക്കെ ഭയങ്കര ഒരു ഹിറ്റ് ജോണറാണ്. നമ്മൾ തമിഴിൽ ഒരുപാട് സോംബി കോമഡീസ് വന്നിട്ടുണ്ട് അല്ലേ. അത് ചെറുതും വലുതുമായിട്ടുള്ള കുറേ പടങ്ങൾ തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട് സോംബി കോമഡീസ്. ബട്ട് അതിൽ വളരെ വെല്ലുണ്ടാവുന്ന പടങ്ങൾ മാത്രമേ പറയാൻ അത്ര നല്ല സിനിമ ഇറങ്ങിയിട്ട് പോയില്ല. പോയിട്ടുണ്ട്. അങ്ങനെ പടങ്ങളുണ്ട്. സോ പിന്നെ പ്രോപ്പറായിട്ട് ഇറങ്ങി ഹിറ്റ് അടിച്ച പടം ബിരുദം മാത്രമാണ് സോംബി കോമഡി. സോംബി കോമഡി അല്ല, പക്ഷെ അവിടെ എല്ലാം ഇങ്ങനെ സോംബി കോമഡി ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. അത് അത്ര അതും ഈ പറഞ്ഞ പോലെ അതും ഒരു ടെംപ്ലേറ്റഡ് ആയിട്ട് അവർ പിന്നെ ഉള്ളത് മറ്റേ നമ്മുടെ സോംബി റെഡ്ഡി ആയിരുന്നു തെലുങ്കിൽ തോന്നുന്നു സോംബി. അത് സോംബി കോമഡി എന്ന ജോണറായിട്ട് പറയാൻ പറ്റും നമുക്ക്. ഇന്ത്യയിലെ ബെസ്റ്റ് ഒരു സോംബി മൂവി എന്ന് പറയാനുള്ള പടം ഗോഗോവാണ്. സോ അത് സോംബി കോമഡി പെർഫെക്റ്റ് മാച്ചസ് ആണ്. അത് സോംബി കോമഡി എന്നല്ല, സോംബി മൂവി എന്നുള്ള ലൈനിൽ തന്നെയാണ് അതിനെ എല്ലാവരും എടുക്കുന്നത്. പിന്നെ സോംബി വിളി എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, അത് ബംഗാളിയാണ്, മറാഠിയാണ്. അതും കണ്ടിട്ടുണ്ട്, രസമുള്ള പടമായിരുന്നു. സോ എനിവേ നമ്മുടെ സോംബി കോമഡി സിനിമകളുടെ മലയാളത്തിലെ സിനിമകളുടെ തുടക്കം തന്നെ 2 പടങ്ങൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു 3ാമതൊരു പടം വരുമെന്ന് പറയുന്നുണ്ട്. സോ വരട്ടെ.